നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDFിനേറ്റ കനത്ത തോൽവിക്ക് ശേഷം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണത്തിലൊക്കെ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം എല്ലാ മാസവും കൃത്യമായി 1600 രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ട സാഹചര്യത്തിൽ 5 മാസത്തോളം പെൻഷൻ കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ ഒരു വലിയ തോൽവി ഏൽക്കേണ്ടി വന്നത് എന്ന വിലയിരുത്തലിലാണിപ്പോൾ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം കൃത്യമായി തന്നെ എല്ലാ മാസവും കൊടുക്കുന്നതോടൊപ്പം തന്നെ പെൻഷൻ വർധനവും ആലോചിക്കേണ്ടതുണ്ടെന്നാണ് ഇപ്പോൾ പല നേതാക്കളും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF വെച്ച ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വർധനവ്. എന്നാൽ വീണ്ടും LDF സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം 2.5 വർഷം കഴിഞ്ഞിട്ടും പെൻഷൻ വർധനവ് നടപ്പാക്കാത്തതും ഇപ്പോൾ വലിയ തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ. ഇനി വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലുമൊക്കെ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പെൻഷൻ വർധനവ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന അറിയിപ്പുകൾ വരുന്നത്. ഇതിനിടയിൽ 1600 രൂപ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ട നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വർധനവ് സംബന്ധിച്ച അറിയിപ്പുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്